ഗുഡ് മോർണിംഗ്, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് ഡാൽ ലേക്കിലാണ്. ഐ തിങ്ക് ഇന്ന് ഡേ 10 അല്ലേടാ? ഡേ 11 ആണ്. നമ്മൾ ഡാൽ ലേക്കിലാണുള്ളത്. മോർണിംഗ് ഇവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് പഹൽഗാമിലേക്ക് പോകും. അവിടെയാണ് ഇന്നത്തെ സ്റ്റേ. അടിപൊളി, വെരി ബ്യൂട്ടിഫുൾ. അത് എങ്ങനെ പറയണമെന്ന് അറിയത്തില്ല. സെറ്റ് സ്ഥലം കേട്ടോ. ഇന്നലെ രാത്രി ഫുൾ മഴയായിരുന്നു. മഴ പെയ്തെങ്കിൽ രാവിലെ എണീറ്റപ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെ മഞ്ഞായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ഡാലിലേക്ക് വീണ്ടും ഉണർന്നു. ഇന്നലെ രാത്രി 9 മണിയൊക്കെ ആയപ്പോൾ ഉറങ്ങി കേട്ടോ. എല്ലാവരുമൊക്കെ പോയിട്ടുണ്ടായിരുന്നില്ല. മീൻസ് സൈലൻ്റായി. ഇപ്പോൾ രാവിലെ വീണ്ടും തുറന്നു. മീൻസ് ഒന്ന് സജീവമായി തുടങ്ങി. രാവിലെയൊക്കെ മഴയായിരുന്നു. മഴയെല്ലാം മാറി ക്ലൈമറ്റ് ഓക്കെ ആയി വരുന്നു. പഹൽഗാമിൽ നിന്ന് നമുക്ക് പോകാൻ പറ്റുമെന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ഓക്കെ ആയി. നമ്മളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചുകൊണ്ട് പോവും. ഇവിടെ തന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റ്. ഇന്ന് ബ്രെഡ് ഓംലെറ്റാണ് പറഞ്ഞത്. ബട്ടർ ഒക്കെയാണ് പറഞ്ഞത് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ബ്രെഡ് ഓംലെറ്റ്. ഇവിടെ വേറെയും ഗസ്റ്റുകളുണ്ട് കേട്ടോ. ഇതിൽ ബട്ടർ ഉണ്ടോ? അല്ലെങ്കിൽ ബട്ടർ ഷേഡ് ഇട്ടായിരുന്നു. നല്ല ബ്രെഡ്, സോഫ്റ്റ് ബ്രെഡ്. ചാച്ച രാവിലെ ചാച്ച വീട്ടിൽ പറഞ്ഞത്. നമുക്ക് 8 o'clock ബ്രേക്ക്ഫാസ്റ്റ് വേണമെന്ന് പറഞ്ഞ് 8 o'clock സെറ്റാക്കി തന്നു. ഇന്നലെ അല്ല ഏട്ടൻ 8 o'clock പറഞ്ഞു. ഇതാണോ ചായ സോസല്ല വേണം. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. കീറിയെന്ന് തോന്നുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. ആസിഫിനെ വിളിച്ചു. ആസിഫ് അപ്പം അപ്പുറത്ത് നിൽക്കുകയാണ്. ഇത് നമ്മുടെ കാർ തൂവ് കിടക്കണം അവിടെ. ചാച്ച റൂമൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ പോയി. എന്നിട്ട് നമ്മളിത് ഇപ്പം ബോട്ടിൽ കയറി അപ്പുറത്ത് പോകും. ഇന്നലെ വൈകിട്ട് അങ്ങോട്ടാക്കിയതിനും തിരിച്ചിങ്ങോട്ട് വന്നതിനും ഇപ്പം അങ്ങോട്ടാക്കുന്നതിനും കൂടി 200 രൂപ കൊടുക്കുക കേട്ടോ. ഇതിൻ്റെയൊക്കെ റെൻ്റ് എത്രയാണെന്ന് അറിയത്തില്ല. എല്ലാം ആസിഫിന് നമ്മൾ പാക്കേജായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നേരെ പഹൽഗാം. ഇന്നത്തെ സ്റ്റേ പഹൽഗാമിലാണ് കേട്ടോ. എല്ലാം നമ്മൾ ചെയ്യണം. വീഡിയോ എടുക്കുന്ന പേരും പറഞ്ഞ് പോവും. നമ്മൾ ചുമക്കണം. വീഡിയോ എടുക്കുന്ന പേരും പറഞ്ഞ് പോകുന്നു. നമ്മളാണ് ചുമക്കണത്. പാവം നമ്മൾ. ഒരു ഫോൺ കൊണ്ടങ്ങ് നടന്നാൽ മതിയില്ല. ഓക്കെ ചാച്ചാ, ടാറ്റാ, ബൈ. ആഹാ, ചാച്ചയായിരുന്നു ഡ്രോപ്പിനെ. അങ്ങനെ മറ്റേ അപ്പൂപ്പനായിരിക്കുമെന്ന്. ഓക്കെ, എനിക്കിട്ടും പോകാൻ മനസ്സിലായി. നിനക്കാ പോകാൻ മനസ്സുണ്ട്. എനിക്കിഷ്ടമായി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നെക്സ്റ്റ് ടൈം വരുമ്പോൾ ഒരു 2-3 days സ്റ്റേ അത്രയൊക്കെ ഉണ്ട്. 2 ദിവസമെങ്കിലും വേണം. ഇവിടെ ഡാൽ ലേക്കിൽ മാത്രം. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വേറെ എങ്ങും പോകണ്ട, ഇവിടെ മാത്രം. ചാച്ച ശ്രീകുട്ടി. ആ, ഡിസ്കൗണ്ട് കേട്ടോ. നമ്മുടെ വീട് പ്രോമിസ്. നമ്മുടെ വീഡിയോ കണ്ടിട്ടാണ് വരുന്നതെങ്കിൽ ചാച്ചയുടെ നമ്പർ കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് എൻ്റെ പേര് പറയണമെങ്കിൽ 30% ഡിസ്കൗണ്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ചാച്ച. 800 രൂപയാണ് ഷിക്കാറിന് 1 hourന് അവർ പറയുന്നത്. എൻ്റെ പേര് പറഞ്ഞാൽ 500 രൂപയ്ക്ക് തരുമെന്ന് കേട്ടോ. 500. അപ്പോൾ എന്ത് ചെയ്യുക, എൻ്റെ പേര് പറയാം. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചാച്ചയുടെ നമ്പർ കൊടുത്തേക്കാം. നിങ്ങൾ ചാച്ചയല്ല ജാജിന്ന് കണ്ട് കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ. ആ സൈഡ് വഴിയാ കാരണം. അപ്പോൾ ചാച്ച നമ്മൾ ഇറക്കി തന്നിട്ടുണ്ട്. സ്റ്റെപ്പ് കയറണം. സ്റ്റെപ്പൊക്കെ കയറി കാലൊന്നും വയ്യ, മടങ്ങണില്ല. ഓ, ഇതിനെ കാണാതായിട്ട് എങ്ങനെ ഒരു ദിവസം ഹോട്ടലിൽ റൂം എടുക്കേ, എന്നിട്ട് കാറ് പാർക്ക് ചെയ്ത് കാണാൻ പറ്റുന്ന റൂമേ എടുക്കത്തുള്ളൂ. എൻ്റെ വണ്ടി എനിക്ക് കാണണമെന്നും പറഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് ടൈം. കാശ്മീരിൽ വന്ന് ഡൽഹി പോയപ്പോഴും മഴ, എവിടെ പോയാലും മഴ. കാശ്മീരിൽ വന്ന് മഴ കണ്ടു. മഴ. കേരളമേ മഴ. വൺ ഓഫ് ദ ബിഗ് ക്യാമ്പ് ഇൻ ശ്രീനഗർ ഹെഡ്ക്വാർട്ടർ. ഓക്കെ, നല്ല മഴ. നമ്മൾ പഹൽഗാം എങ്ങനെ എക്സ്പ്ലോർ ചെയ്യും?
എന്ന് ഉള്ള ഒരു സംശയം. അപ്പോൾ ആസിഫ് പറയുന്നത് AC കുറയ്ക്കാൻ. Natural AC here outside. Yes. ഇട്ടിട്ടില്ല. 5 മിനിറ്റ് മഴയെങ്കിൽ 5 മിനിറ്റ് മഴ മാറി നിൽക്കും. അതുകൊണ്ട് ക്ലൈമറ്റ് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഇപ്പം നല്ല മഴയുണ്ട്. എനിക്കപ്പം വണ്ടിയിൽ നിന്ന് പഹൽഗാം കണ്ടിട്ട് വരേണ്ടി വരും. ഇവിടെ പോയാലും നമുക്ക് ഇത് തന്നെ അവസ്ഥ. ഇവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെ. അപ്പം മഴയൊക്കെ മാറി ക്ലിയർ സ്കൈ ആയി. 5 minutes heavy rain, 5 minutes clear. 5 minutes ആ സൈഡിൽ മഴക്കോളുണ്ട്, ഈ സൈഡിൽ വെയിൽ. നമ്മളെ പോലീസ് പെറ്റിയടിച്ച് അതേ റൂട്ടിൽ കൂടെ നമ്മൾ വീണ്ടും പോവാണ്. അപ്പോൾ ആസിഫ് പറയാണ് ഇപ്പോഴെന്നും നമുക്ക് കാണാൻ പറ്റും പോലീസിനെ. ദൈവമേ, വീണ്ടും പോകുമല്ലോ 2000 രൂപ. ഇവിടെയാണ് സാഫ്രോൺ ഉള്ളത്. ഈ സൈഡിലും ആ സൈഡിലും ഒക്കെ നിറച്ചുണ്ട്. സാഫ്രോൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ കുങ്കുമം. അപ്പോൾ നമുക്ക് വാങ്ങണം. അത് നമ്മുടെ ഡ്രൈ ഫ്രൂട്ട് ഷോപ്പിൽ നിന്ന് വാങ്ങാമെന്ന് പറഞ്ഞു. ആസിഫ് ഇവിടുത്തെ ആളായത് കൊണ്ട് നമുക്ക് നല്ല കട നോക്കി ആസിഫ് പറഞ്ഞു തരും. അതുകൊണ്ടാണ് ഇന്നലെ നമ്മൾ ലാൽ ചൗക്കിലൊക്കെ പോയിട്ട് ഒന്നും വാങ്ങാതെ വന്നത്. അതുകൊണ്ടാണ് ആസിഫിനെ വിശ്വസിച്ച് നമ്മൾ വാങ്ങുക കേട്ടോ. കാണിച്ചു തരാമെന്ന് പറയും പുള്ളി. വരട്ടെ. നെക്സ്റ്റ് മന്താണ് സാഫ്രോൺ ഉള്ളത്. ബെസ്റ്റ് സാഫ്രോൺ ഗ്രോസ് ഹിയർ. സാഫ്രോൺ ഗ്രോസ് ഹിയർ. ലോകത്തിലെ ഏറ്റവും നല്ല സാഫ്രോൺ വളരുന്ന ഇവിടെയാണ്. Where is saffron plant? No saffron plant. It like this small flower. Okay. Here no? Here no. സാഫ്രോൺ അടുത്ത മാസമാണ് ഉള്ളത്. ഇവിടെ ഇപ്പോൾ ഒന്നുമില്ല, ചെറിയ കുഞ്ഞു പൂവാണ്. കാണിച്ചു തരാൻ ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞ് പുള്ളി കൊണ്ടുപോവാണ് കേട്ടോ. അവിടെയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഇത് എവിടെ കൊണ്ടുപോകണം? The farmers will come here. They will clean the grass. Okay. Clean like every grass, and they will Farm. put like big seed. And next month grow up here like small flower like this. Okay. Like this. There are 3 saffron pieces. 1, 2, 3. Very hard working to collect like this. Okay. This. Yeah. These are going out next month. This is not saffron? I think they are just taking pictures. This is not saffron? No, this is not. They will clean the all and put the seed, and the next month they will collect. ഇവിടെ ഫുൾ ക്ലീൻ ചെയ്തിട്ട് അവർ സീഡ് ഇടും. സാഫ്രോൺ ഇവിടെയാണ് ഉണ്ടാക്കുന്നത്. അടുത്ത മാസം ഇവിടെ ക്ലീൻ ചെയ്തിട്ട് വിത്തിടും. വിത്തിടുമ്പോൾ ഇത്രയിൽ വരും. അതിലൊരു 4 ഇതളേ ഉണ്ടാവുള്ളൂ. അതിനെടുക്കാൻ തന്നെ വലിയ ബുദ്ധിമുട്ടാണെന്ന്. അപ്പോൾ ഇവിടെ വേൾഡിലെ ഏറ്റവും ബെസ്റ്റ് സാഫ്രോൺ കിട്ടുന്ന സ്ഥലമാണിത്. പക്ഷെ നമുക്ക് കാണാനുള്ള ഭാഗ്യമില്ല. ചെറി കാണാനുള്ള ഭാഗ്യമില്ല, ആപ്പിൾ കാണാനുള്ള ഭാഗ്യമില്ല, പൂക്കൾ കാണാനുള്ള ഭാഗ്യമില്ല. സ്ഥലങ്ങൾ മാത്രം നമ്മൾ കണ്ടിട്ട് പോവുകയാണ്. കാശ്മീർ വന്നിട്ട് നമ്മൾ വേറെ ഒന്നും വാങ്ങുന്നില്ല. കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് മാത്രമേ വാങ്ങുന്നുള്ളൂ. ഒന്ന് കാറിൽ നമുക്ക് കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ടുണ്ട്. ഡിക്കി ഫുൾ സാധനങ്ങളാണ്. അതുകൊണ്ട് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് മാത്രം വാങ്ങിയിട്ട് പോകാമെന്ന് വേണ്ടി ഡ്രൈ ഫ്രൂട്ട് ഷോപ്പിലേക്ക് കയറുകയാണ്. ആസിഫിൻ്റെ ഫ്രണ്ടിൻ്റെ കടയാണ്. കേസറും ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. We can sit here. That's why I love Kerala. I will love it Kerala because I see the beauties there. God's own country, Kerala. Is this your first visit to Kashmir? Yes. How is Kashmir, ma'am? Good. Which place you like the most till now in Kashmir? Dal Lake. Dal Lake. Right now you are going to Pahalgam. Pahalgam. That is known as the soul of the Kashmir. Okay. That place you will definitely find peace, each and everything there. Keep few strands on your tip of the tongue. Keep it on your tip of the tongue and chew it whole. Take 2-3 strands. Take it on the tip of the tongue. Ma'am, keep it chewing, ma'am. After chewing it, you will feel it little bit bitter in taste. If you find it sweet or salty, that is not the original saffron, because the original saffron has the criteria that will be little much bitter in taste. If you find it sweet or salty, that is not the original saffron. Just chew it for a while. It will give you the taste little much bitter in taste. Did you feel it little much bitter? Yes. Yeah. And third criteria, show tongue to each other. The color of your tongue will be yellow in color. Show tongue to each other. Yeah, ma'am. Allah. These are the 3 ways. And the last one, ma'am. Whenever you dissolve this saffron in water, since its color is red, but it remains as it is. But the color it yields that gives yellow color. Since its color is red, it remains as it is. It never dissolves. These are the 3 ways to differentiate whether you are getting original saffron or duplicate saffron. കാശ്മീരി ഖാവ അവർ തന്നതാണ്. നമ്മൾ ഇത്രയും ആൽമണ്ട്സ് വാങ്ങി. Murtaza. പിന്നെ ഈ ചോക്ലേറ്റ്
സൂപ്പർ കേട്ടോ. അങ്ങനെ ചോക്ലേറ്റ് എല്ലാം സൂപ്പറാണ്. പെർഫ്യൂം വാങ്ങിക്കണ And saffron. Saffron. സാഫ്രോൺ നീഡ് എ സ്മോൾ. ഭയങ്കര വില, അതുകൊണ്ട് കുഞ്ഞ് വാങ്ങിക്കണതേ ഉള്ളൂ. യു കൊറിയർ ഓൾ ഇന്ത്യ? Yeah, ma'am. All over India, outside India as well. ഓൾ വേൾഡ്. അപ്പോൾ ഞാൻ And ഡീറ്റെയിൽസ് we have cash on delivery available all over the India. ക്യാഷ് ഓൺ ഡെലിവറി Cash on delivery, yes. ഓൾ ഓവർ ഇന്ത്യ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഐ വിൽ ഷെയർ യുവർ ഡീറ്റെയിൽസ്. Yeah, ma'am. Thank you so much. എൻ്റെ പേര് പറയാം. ദേ വിൽ ടെൽ മൈ നെയിം. ശ്രീകുട്ടി. Oh, they will get almost 10% discount. ഓക്കെ, 10% जो भी मैम का सब्सक्राइबर होगा. എനിക്ക് ഡിസ്കൗണ്ട് ഒന്നും ഇല്ല, നിങ്ങൾക്കാണ് ഡിസ്കൗണ്ട് അത്രയും. അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബർ ആണെന്ന് പറഞ്ഞ് കേരളത്തിൽ നിന്ന് ശ്രീകുട്ടിയുടെ എന്ന് പറഞ്ഞ് വിളിക്കുക. നല്ല ഗുഡ് ക്വാളിറ്റി കിട്ടും. 1 കിലോ ആൽമണ്ട്സ് 1500 ഉള്ളൂ. നല്ല ചീപ്പാണ്. ഇത് കുറച്ച് ഇതാണ് 1000. ഹൗ മച്ച്? 1750. 5 ഗ്രാം. 5 5 ഗ്രാം 1750 ആണ് ഇതിന്റെ വില. ഇത് 500 റുപ്പീസാണ് ഈ ചോക്ലേറ്റ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ചോക്ലേറ്റ്. These are walnuts. വാൾനട്ട്സ് ഒക്കെ നല്ലത്. ഡ്രൈഡ് വാൾനട്ട്സ് ഒക്കെ നല്ലതായിരുന്നു. വാൾനട്ട്സ് നമുക്ക് അത്ര താല്പര്യമുള്ളതല്ല, അതുകൊണ്ട് അത് വാങ്ങുന്നില്ല. Kerala people are not aware of that one. Just tell them think about this one, ma'am. Just only add it on. ഇത് Advertisement purpose. Shilajit. ശിലാജിത്ത് നിന്റെ പേര്. For immunity, stamina and all. ഇമ്മ്യൂണിറ്റി, Stamina, power. ഇമ്മ്യൂണിറ്റി, അതോ ഇതെല്ലാം ബൂസ്റ്റ് എനർജി, സ്റ്റാമിന, വെയിറ്റ് ലോസ്, എല്ലാത്തിനും ഏറ്റവും ആൻറ്റി ഏജിങ്, എല്ലാത്തിനും ഏറ്റവും നല്ല സാധനം എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ വാങ്ങുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങാം. പറയുകയാണെങ്കിൽ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പറഞ്ഞാൽ സാധനം വീട്ടിലെത്തിയിട്ട് നിങ്ങൾ ക്യാഷ് കൊടുത്താൽ മതി. നല്ല ക്വാളിറ്റി സാധനമാണ്. കഴിച്ചൊക്കെ നോക്കിയപ്പോൾ നല്ല സാധനം കേട്ടോ. Saffron oil. ഡിസ്കൗണ്ട് ഗിവ് മീ ഡിസ്കൗണ്ട്. The perfume, this one? Saffron oil for dark circles. Dark circles in saffron oil. This is serum. Lip balm എന്തോ സിറം, നമ്മുടെ സ്കിൻ കെയറിന് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും എല്ലാം ഉണ്ട്. അവർ കോൺടാക്ട് ചെയ്താൽ അവർ ഡീറ്റെയിൽസ് എല്ലാം തരും കേട്ടോ. നമ്മൾ എത്ര ആൽമണ്ട്സ്, ചോക്ലേറ്റ്സ്, ഒരു കുഞ്ഞ് സാഫ്രോൺ. എനിക്കിത് ഒരുപാട് വാങ്ങണമെന്നാണ് ആഗ്രഹം. പക്ഷേ 1750 കേട്ടോ. ഇവർ നമ്മുടെ നാട്ടിൽ കൊട്ടാരക്കരയൊക്കെ കൊറിയർ ചെയ്തതിൻ്റെ ഇതെനിക്ക് അയച്ചു തന്നു കേട്ടോ. വിശ്വസിച്ച് വാങ്ങിക്കാം. സാധനം കയ്യിലെത്തിയിട്ട് നിങ്ങൾ ക്യാഷ് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ പോവാണ്. സാധനങ്ങളെല്ലാം ഞാൻ ഇനി ഇത് കഴിയുമ്പോൾ ഇവിടെ നിന്ന് ഓർഡർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നല്ല ക്വാളിറ്റി സാധനം കേട്ടോ. അവരുടെ ഇൻസ്റ്റാഗ്രാം പേജ് ആൽപൈൻ സാഫ്രോൺ 24 എന്നാണ്. ഫോളോ ചെയ്താൽ മതി. വാട്സപ്പ് നമ്പർ കൊടുത്തേക്ക് അവർക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി. അവർ ബാക്കി ഡീറ്റെയിൽസ് പറഞ്ഞു തരാം. ഇത് കാശ്മീരിൽ നിന്ന് പെഹൽഗാം പോകുന്ന റൂട്ടാട്ടോ ഈ ഷോപ്പ്. അപ്പോൾ ഞങ്ങൾ വേറെ ഒരിടത്തു നിന്ന് ഷോപ്പ് ചെയ്തില്ല, ഇവിടെ നിന്ന് മാത്രമാണ് വാങ്ങിയത്. ആസിഫ് ഭായ് പറഞ്ഞതിൻ്റെ പേരിലാണ് നമ്മൾ ഇവിടെ നിന്ന് വാങ്ങിയത്. വേദ അവിടെ കിടന്ന ചോക്ലേറ്റ് അത്രയും കയ്യിലെടുത്തു. നല്ല സൂപ്പർ ടേസ്റ്റ് ചോക്ലേറ്റ്. നമ്മുടെ പാക്കേജിൽ ഉറപ്പായിട്ടും പഹൽഗാമിലേക്ക് ഒരു ദിവസത്തെ യാത്ര ഉണ്ടാവും. ഒരുപാട് കടകൾ പഹൽഗാമിലേക്ക് പോകുന്ന വഴിക്ക് ഡ്രൈ ഫ്രൂട്ട് ഷോപ്പുകളുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും നമ്മുടെ ആൽപൈൻ ഡ്രൈ ഫ്രൂട്ട് ഷോപ്പ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കയറി നോക്കാം ക്വാളിറ്റിയും വിലയും ഒക്കെ എങ്ങനെയുണ്ട് എന്നുള്ളത്. നോക്കിയിട്ട് വേണമെങ്കിൽ വാങ്ങിയാൽ മതി കേട്ടോ. അപ്പോൾ ആര് കശ്മീർ വന്നാലും ഇതുവഴിയേ പഹൽഗാം പോകാൻ പറ്റത്തുള്ളൂ. പോകുന്ന വഴിക്കാണ് ആൽപൈൻ ഡ്രൈ ഫ്രൂട്ട് ഷോപ്പേ. ക്രിക്കറ്റ് ലവേഴ്സിന് ഞാനൊരു കാര്യം കാണിച്ചു തരട്ടെ. ഇവിടെ നിന്നാണ് മറ്റേ ബാറ്റ് ഉണ്ടാക്കുന്ന സാധനമല്ല, ക്രിക്കറ്റ് ബാറ്റുകൾ നമ്മുടെ നാട്ടിലേക്ക് വരുന്നത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ക്രിക്കറ്റ് ബാറ്റ് ഉണ്ടാക്കുന്ന മരമൊക്കെ കാണിച്ചു. അപ്പോൾ അതിൻ്റെ ഫാക്ടറി ആസിഫ് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് എന്തോന്ന് വില്ലോ ട്രീയിൽ നിന്നാണ്, കാശ്മീരി വില്ലോ ട്രീയിൽ നിന്നാണ് നമ്മൾ നാട്ടിലേക്കൊക്കെ വരുന്ന ക്രിക്കറ്റ് ബാറ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫാക്ടറിയാണ്. ഉണ്ടോ അവർ ക്രിക്കറ്റ് ബാറ്റ് ഉണ്ടാക്കുന്നുണ്ടോ? ചെത്തി ചീവി കാശ്മീരി വില്ലോ ട്രീ. ഇവിടെ നിറയെ ഉണ്ട് കേട്ടോ ഇങ്ങനത്തെ ഫാക്ടറി. അതിലൊരു ഫാക്ടറിയാണിത്. കണ്ടോ ഷേപ്പ് ചെയ്തെടുക്കുന്നത്. വില്ലോ കാശ്മീരി വില്ലോ. അതിന്റെ സ്റ്റെമ്പൊക്കെ കണ്ട സ്റ്റെം എന്തെന്ന് ഇങ്ങനെ വെക്കുന്ന സാധനം. എന്തോ അതുമായി കട്ട് ചെയ്തിട്ടേക്കാണ്. ഞാൻ എല്ലാം അത് കയറ്റി വെക്കും. വെയിറ്റ് കുറവ്. വാ
അവിടെ കണ്ടത് ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ്, ഇതിൻ്റെ ഫൈനൽ സ്റ്റേജാണ് ഇവിടെ കാണാൻ പോകുന്നത്. നോക്കട്ടെ എന്താണ് സംഭവം. വെയിറ്റ് ഇല്ല കേട്ടോ അത്. കുഞ്ഞു ബാറ്റ് അത് വേണോടി? കുഞ്ഞു പിള്ളേർക്ക് കളിക്കാൻ പറ്റിയ ബാറ്റ്. കുഞ്ഞി ബോയ് ആയിരുന്നേ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കായിരുന്നു. ആ ആ ബോൾ. അയ്യോ അയ്യോ. പ്രവീൺ കുമാർ ഓട്ടോഗ്രാഫ് ഒക്കെ ഉണ്ടെന്ന് ഇവിടെ. ഓൾ ഇന്ത്യ ഇവിടെ NSS ബാഗ് ഫാക്ടറി. ഓ ബംഗ്ലാദേശ് പ്ലെയർ അല്ലേ? हमारा सबसे हाई ग्रेड होता है प्रोफेशनल कितना है 4,500 है यहां पे ये पूरा कंपनी 4,002. It charges from 150 to 4,000. 150 to 4,000. टेनिस बॉल है सीजन ग्रेड 1 अनदर ग्रेड सेकंड. ഓ ഇത് വെയിറ്റ് ഉണ്ട്. फ्लेक्सिबल हैंडल रहता है सर. ये है ना नो टेंशन नो डैमेज 1 ईयर वारंटी To my stroke. അങ്ങനെ വേദയ്ക്ക് ഒരു ബാറ്റ് വേണമെന്ന് പറഞ്ഞ് കുറുവാൻ തുടങ്ങി. അങ്ങനെ പിന്നെ വേദയ്ക്ക് ഒരു ബാറ്റ് എടുത്ത് കൊടുത്തു. കുഞ്ഞ് ബാറ്റ് 150 രൂപ കേട്ടോ. 150 രൂപ മുതൽ 5,000 രൂപ വരെ ഇവിടെ ബാറ്റ് അവൈലബിൾ ആണ്. അപ്പോൾ എടുത്തപ്പോൾ ആസിഫ് പറഞ്ഞു എടുത്തോളൂ, പൈസ ഒന്നും വേണ്ട. വേദയ്ക്ക് ഗിഫ്റ്റായിട്ട് ആസിഫ് കൊടുത്തതാട്ടോ. ആസിഫിൻ്റെ ഫ്രണ്ടിൻ്റെ ഷോപ്പാണ്. അപ്പോൾ ഓൾ ഇന്ത്യ ഡെലിവറി ഓൾ വേൾഡ് ഡെലിവറി അവൈലബിൾ ആണ്. ഒരു സിംഗിൾ പീസായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ എത്തിച്ചു തരുമെന്നൊക്കെയാണ് ഇതിൻ്റെ ഓണർ നമ്മളായിട്ട് നിന്ന് സംസാരിക്കുന്നത് കേട്ടോ. സിംഗിൾ പീസായിട്ട് വേണമെങ്കിൽ എത്തിച്ചു തരും, ഹോൾസെയിലായിട്ടാണെങ്കിലും എത്തിച്ചു തരും. അപ്പോൾ വേണമെങ്കിൽ പുള്ളിയുടെ ഡീറ്റെയിൽസ് ആക്ച്വലി എൻ്റെ കയ്യിലില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ഇട്ടിരുന്നാൽ മതി, കമൻറ്റായിട്ടോ ഇട്ടിരുന്നാൽ മതി. ഞാനതിന് റിപ്ലൈ ആയിട്ട് പുള്ളിയുടെ നമ്പർ തരാം കേട്ടോ. ജസ്റ്റ് അവിടേക്കൊന്ന് കയറി നിങ്ങൾക്ക് ഈ ക്രിക്കറ്റ് പ്രേമികളുണ്ടാവുമല്ലോ നമ്മുടെ കൂട്ടത്ത്, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ച് തന്നു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നാണ് കാശ്മീരി വില്ലോ ട്രീയിൽ നിന്നാണ്, കാശ്മീരിൽ നിന്നാണ് ബാറ്റുകൾ നമ്മുടെ കേരളത്തിലൊക്കെ എത്തുന്നത്. ഈ ഒരു ഇൻഫോർമേഷൻ സത്യം പറഞ്ഞാൽ എനിക്കിപ്പോഴാണ് കിട്ടുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ഇതേ പഹൽഗാമിലേക്ക് പോകുന്ന റോഡിൽ ആസിഫ് ഇവിടുത്തെ ഒരാളായതുകൊണ്ടുള്ള ഷോർട്ട് കട്ട് വഴിയൊക്കെയാണ് പോകുന്നത്. അങ്ങനെ ഒരു ഷോർട്ട് കട്ട് കയറിയപ്പോൾ ഒരു പോലീസ് നിൽപ്പുണ്ട്. അങ്ങോട്ടേക്ക് വണ്ടി വിടുന്നില്ല, ആ റോഡ് ശരിയല്ല, സേഫ് അല്ല, നിങ്ങൾ മറ്റു മെയിൻ റോഡ് വഴി പോകുമെന്ന് പറഞ്ഞിട്ട് നമ്മളെ തിരിച്ചു വിടുകയാണ്. അപ്പോൾ ആസിഫ് പറയാണ് ഇവിടെ പല സ്ഥലങ്ങളിലും ഇങ്ങനെ പോലീസ് നിന്നിട്ട് ടൂറിസ്റ്റുകൾ വരുമ്പോൾ ഒരു ഭീകരത ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറയും. ആ റൂട്ടിൽ ഒരു കുഴപ്പമില്ല. പക്ഷെ അത് കേട്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാനൊന്ന് പേടിച്ചു കേട്ടോ, ഇനി ആ റൂട്ടിൽ എന്തെങ്കിലും പ്രശ്നമാണോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത്. പക്ഷെ ആ റൂട്ടിലൊന്നും ഒരു പ്രശ്നമില്ല. ഇതുപോലെ ടൂറിസ്റ്റുകൾ വരുമ്പോൾ അവർക്കൊരു പേടി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അതുവഴി പോരുത് ഇതുവഴി പോരുത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തിരിച്ചു വിടുന്നത്. അതുവഴി ഒരുപാട് വണ്ടികൾ പോകുന്നുണ്ട്. പക്ഷെ നമ്മുടെ കാർ എന്തോ അവർ തിരിച്ചു വിട്ടു, എന്താണെന്ന് അറിയത്തില്ല. അത് ഭീകരത വരാനാണ്, വരുത്തിക്കാനാണെന്നാണ് ആസിഫ് പറയുന്നത്. അത് തൂക്കുപാലമാണെന്ന് തോന്നുന്നു. ഇസ് ദാറ്റ് ബ്രിഡ്ജ് ഡാൻസിങ്? Yes. ഡാൻസിങ് ബ്രിഡ്ജ്. തൂക്കുപാലത്തിന് എന്താ പറയുക ഇംഗ്ലീഷിൽ? ഫ്ലോട്ടിംഗ് ബ്രിഡ്ജാ? Floating. Yes. Just that police cop stopped you. You see anything wrong? Yes. No, you did not see anything like you need to scare. But in news we are seeing very Yes. terrible like that. Oh, Jammu is very 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 dangerous. കാശ്മീരിൽ എവിടെ പോയാലും നമ്മൾക്ക് ഭംഗി മാത്രമേ കാണാനായിട്ടുള്ളൂ കേട്ടോ. വീട് തന്നെ നോക്കിയാൽ, ഒരു വീട് കണ്ടാൽ പോലും അതിൻ്റെ കൺസ്ട്രക്ഷൻ കാണുമ്പോൾ അതിമനോഹരമാണ്. അത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് നമ്മൾ എപ്പോഴും പറയും പോലെ നമ്മൾ ഇന്ത്യയുടെ ഒരു ഭാഗത്താണ് ഉള്ളത് എന്ന് തോന്നത്തില്ല. അത്രയും ഭംഗിയായിട്ടോ കാശ്മീർ എന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ കാശ്മീർ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. പ്രതീക്ഷ ഉണ്ടായിരുന്നെങ്കിലും ഇത്രയ്ക്കൊന്നും ഞാൻ ഒരിക്കലും കാശ്മീർ പ്രതീക്ഷിച്ചില്ല. എൻ്റെ പ്രതീക്ഷയ്ക്കും അപ്പുറമാണ് കേട്ടോ ഈ കാശ്മീർ എന്ന് പറയുന്നത്. ആപ്പിൾ നോക്ക്. ഒറിജിനൽ? നോ, ആർട്ടിഫിഷ്യൽ. അത് ആർട്ടിഫിഷ്യൽ What? ആപ്പിൾ Yeah, this. അല്ലടാ, ഇത് ആർട്ടിഫിഷ്യൽ. ഞാനും കരുതി ശരിക്കുള്ള ആപ്പിളാണെന്ന്. ഓ നമ്മൾ യാ You can go, you can sit, chairs, everything. ദ റിയൽ ആപ്പിൾ? I will give you. You can taste the real apple. ആപ്പിള് റിയൽ ആയിട്ടുള്ളത് സീസൺ അല്ല.
അവർ തരാമെന്ന് പറഞ്ഞു, അല്ലാതെ മരത്തിൽ നിന്ന് നമുക്കിങ്ങനെ പറിക്കാൻ പറ്റില്ല. ഇവിടെ നിന്ന് ആപ്പിൾ ജാമൊക്കെ കേട്ടോ. ഡു നോട്ട് ബ്രേക്ക് ദ ആപ്പിൾ ബ്രാഞ്ച് ഫോർ ഫ്ലവേഴ്സ്, അതർവൈസ് ദർ വിൽ ബി ഫൈൻ ഓഫ് 500 rupees. ഇതൊക്കെയാണ് ആപ്പിൾ മരങ്ങൾ. പക്ഷെ നമ്മൾ അന്ന് എന്തെന്ന് ഗുൽമർഗിൽ പോയിട്ട് വന്ന ഗുൽമർഗിൽ apple juice, fresh apple juice. Apart from that, you will get pickles also. ഓക്കെ ये लो बेटा, पकड़ो पकड़ो, നോ നോ ये पालतू सॉफ्ट है मैं, ये लो मैं, ये लो बेटा, പഞ്ഞക്കെട്ട പോലെ ഇരിക്കുന്നു. ये पालतू है. ഇനി അതിനും പൈസ വാങ്ങിക്കാതെ ആപ്പിൾ ടേസ്റ്റ് ചെയ്യാൻ തരാമെന്ന് പറഞ്ഞു. ഇതിവിടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്കിങ്ങനെ പറിച്ച് കഴിക്കാം. ഇത് ആപ്പിളാണ് തോന്നുന്നു. പൂത്തിട്ട് അതിൽ കാവരും. എഗ് ജ്യൂസ് ഫോർ Already given. അവന് കോംപ്ലിമെൻ്ററി ആണെന്ന് തോന്നുന്നു ആസിഫിന്. പ്യുവർ ഫ്രഷ് ആഡിങ് വാട്ടർ, ആഡഡ് വാട്ടർ, No, nothing. only apple, Pure. pure apple. മേതൊക്കെ ഇഷ്ടപ്പെട്ടില്ല, പക്ഷെ കൊള്ളാം. ഫ്രഷ് ആപ്പിൾ ജ്യൂസ്. നല്ല തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ. ഇനി പിക്കിളുണ്ട്, അതെല്ലാം നമ്മൾ ടേസ്റ്റ് ചെയ്യിപ്പിക്കാൻ പോവാണ്. These are some of our homemade pickles, ma'am. You can taste them if you like anything. ടേസ്റ്റ് ചെയ്തിട്ട് ഇരിക്കാം. ടേസ്റ്റ് ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ എടുക്കാം. ജ്യൂസ് കൊള്ളാമോ? ഇതല്ല ഫ്രഷ് ജ്യൂസ്. ആദ്യം കുടിപ്പിച്ചപ്പോൾ ഒരുമാതിരി തോന്നി, ഇപ്പം നല്ലതല്ലേ? കുഴപ്പമില്ല, കുടി. നല്ലതൊന്നും ഇറങ്ങില്ല. ചിക്കൻ ജ്യൂസ് അടിച്ചിട്ടുണ്ടൊന്നുമല്ല. അതെല്ലാം പിക്കിളാണ്. സ്ട്രീ കുട്ടി കുട്ടി മേരന Streak, S-T-R-E-A-K. SREEKUTTY. We will get uploaded to the. If we got uploaded to the, we will see. Yeah. പിക്കിൾ ടേസ്റ്റ്. ആപ്പിൾ പിക്കിൾ. വാരേശ്വ വേണ്ട, സുഖമാണ്. ആ മലയാളം അറിയാ. എന്താ പേര്? മനോജ്. നാവ്കേക്ഷി. എന്താ പേര്? He needs to learn one sentence now apart from these. Yes. You know which one? He needs to learn one sentence. That is എനിക്ക് ഇഷ്ടമാണ്. എനിക്ക് നിന്നെ ഐ ലവ് യു. He needs to learn that sentence in Malayalam. എനിക്ക് നിന്നെ ഇഷ്ടമാണ്. ഐ ലവ് യു. तुम्हें Malayalam आता है? This all apple pickle? No, this is lotus stem pickle. Lotus stem pickle. This is lotus stem pickle. You can taste it. This is green garlic chutney. The down one, which is in the ground one. That garlic chutney. ഇത് ലോട്ടസ് സ്റ്റെം ആണ്. ആവശ്യമില്ലാതെ കാണിച്ചിട്ടൊന്നു. This is apple chutney. ഗുഡ്. വേറെ ഐ ഡോണ്ട് ലൈക്ക്. ദിസ് വൺ ഗാർലിക്. This one, ma'am. This is apple chutney. ഗാർലിക് കൊള്ളാം, സൂപ്പർ. ദിസ് വൺ Apple chutney. ഇവിടെ വന്നിരി. Garlic pickle, ma'am. This one. ഗാർലിക് അത്ര പോരാ. This one is apple sauce. All homemade? Yes. Now Google Pay कर. ജാമ് പോലെ ഉണ്ട്. ജാം Lotus. ലോട്ടസിൻ്റെ. नहीं मैं तैती कर. ഇവിടെ ലോട്ടസ് സ്റ്റെം ഭയങ്കര ഇതാണ്. ചട്നി കൊള്ളാം. പിന്നെ എത്ര രൂപ എന്തോ. ജാം കൊള്ളാം, സൂപ്പർ. जाम है. This is mulberry. മൾബറി. Yes. കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഇതെല്ലാം നമ്മൾ വാങ്ങിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ട്. All are taste. ഗുഡ്. This is green apple ഗ്രീൻ ആപ്പിൾ. with walnut and saffron. ഓക്കെ. ഇഷ്ടപ്പെട്ടില്ല. Only saffron will be added. അതും ഇഷ്ടപ്പെട്ടില്ല. ഇതെല്ലാം ചട്നീസാണ്, പക്ഷേ പിക്കിൾസ് ആണേ. ഇതൊക്കെ ജാമ്. ഇതിൽ ഫിഗിൻ്റെത് വേദയ്ക്ക് ഇഷ്ടമായി.
ഏതൊക്കെ സ്കൂളിൽ കൊണ്ടുപോകാൻ. പിന്നെ ചില്ലി ടോപ്പിങ്സ്, പിന്നെ മന്തിയുടെ കൂടെ ഇറാനിയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന സോസിൻ്റെ ടേസ്റ്റ്. ഇത് ഗാർലിക് പിക്കിൾ, ആപ്പിൾ ചട്നി. ഇത്ര സാധനങ്ങൾ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. ഇത് കൊള്ളാം, ഈ മന്തിയിലൂടെ കിട്ടുന്ന സാധനം. നോക്കി നോക്കൂ, ഇന്നും കൊള്ളാം കേട്ടോ. ഇത് വെച്ചാൽ അത് വേണ്ട, ഭയങ്കര മധുരം ഇതൊക്കെ. ഇത് തേൻ ഒഴിച്ചാണ് അവരുണ്ടാക്കിയിട്ടുള്ളതെന്ന്. ഞാൻ പറയും വേണ്ട, ഷുഗർ കട്ടെന്ന് നോക്കുമ്പോൾ ഇല്ല മാഡം തേൻ ഒഴിച്ചിട്ടാണ്. പറയും വേണ്ട. ആപ്പിൾ കാണാൻ കയറി ഒരൊറ്റ ആപ്പിളില്ല, പകരം ഇതെല്ലാം വാങ്ങിച്ചത്. പൈസ പോയേ. ആ 100 ആയി കാണും. ഹൗ മച്ച് ഫോർ ദിസ് ജ്യൂസ്? 100. ഓക്കെ ഇനഫ്. നോ ആപ്പിൾ. खाने के एक आप ഖാനെ അച്ചാറൊക്കെ തീർന്ന്, ജാമും ഇഷ്ടപ്പെട്ടതൊക്കെ തീർത്ത്. ജ്യൂസൂടെ കുടിച്ച് എനിക്ക് കഴിക്കണ്ടേ ഉച്ചക്കൊന്നും. ബാക്കി കുടി, നല്ലതൊന്നും കുടിക്കട്ടെ. ചിക്കൻ്റെ ജ്യൂസ് അടിച്ചുകൊണ്ട് തരാം. അതാണ് ആപ്പിൾ കൊണ്ടുവരണം. ടേസ്റ്റ് ചെയ്ത് നോക്കാം. just taste it and tell me the review, ma'am, of the apple. യാ, ഇതെല്ലാം ആർട്ടിഫിഷ്യൽ ആപ്പിൾ. ഇതാരും കടിച്ചിട്ട് വെച്ചേക്കുന്നത്? കഴിച്ചിട്ട് പറയാൻ കണ്ടിട്ടുണ്ടെന്ന്. കഴിയട്ടാ. We plucked this apple in October last year. Since from last October it is like fresh. ഫ്രഷ്. ഒക്ടോബറിൽ പറിച്ച സാധനമൊന്നും ഫ്രഷ് ആയിട്ടിരുന്നു. നല്ല മധുരമുണ്ട്. അച്ചാർ അത്ര, 2 ജ്യൂസ്, ആപ്പിൾ 1.5 ആപ്പിളായിപ്പോയി. വേണ്ട, അപ്പം പൈസയ്ക്ക് വേണ്ടിയിട്ടാണ്. നൈ എല്ലാം കൂടെ തിന്ന് വയറ് നിറങ്ങ്. അയ്യോ, ഇനി ഞാൻ ഉച്ചയ്ക്ക് തിന്നും. വെജിറ്റബിൾ പുലാവ് തിന്നാനുള്ള ഞാനാണ്. നോ താങ്ക്സ്. ഇത് വാങ്ങിച്ചില്ല. തീറ്റിപ്പണ്ടാരം. ഈ പിറക്കം തള്ളിയ ബസന്തി ആയിപ്പോയി. ഇത് ആസിഫിന് എടുക്കാൻ കേണ്ട. കാണാം. No, you didn't tell me how is the taste? Good. One. Either one. Take ma'am, you can have in car. You eat. One. You eat. One is enough. No. Full. Stomach is full. ആപ്പിൾ തോട്ടം കാണാൻ കയറി കുറച്ച് പൈസ പോയെന്നല്ലാതെ. ലോക്ക് അൺലോക്ക്. ഇവിടെ നിറച്ച് ആപ്പിൾ ഗാർഡൻ കേട്ടോ. എല്ലാവരും കൈയാട്ടി വിളിക്കുന്നത് ബിസിനസ്. ആപ്പിൾ ജ്യൂസ്, ആപ്പിൾ പിക്കിൾ, ഗാർലിക് പിക്കിൾ, ആ പിക്കിൾ ഈ പിക്കിൾ. പക്ഷെ കൊള്ളായിരുന്നു. അതുകൊണ്ട് വേറെ സ്കൂളിലൊക്കെ കൊടുത്തു വിടാൻ പിക്കിളൊക്കെ വാങ്ങിച്ചു. പക്ഷെ ഇതിൽ ആപ്പിൾ നിറച്ച് നിന്ന് എന്ത് ഭംഗിയായിരുന്നു. നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഒരു പ്യോർ വെജ് റെസ്റ്റോറൻറ്റിലാണ് കയറി. ഇന്നലെ ഉച്ചയ്ക്ക് കഴിച്ചു ചിക്കൻ, രാത്രി കഴിച്ചു ചിക്കൻ. അതുകൊണ്ട് ഇന്നലെ വേദയോട് പറഞ്ഞു ഇന്ന് ചിക്കൻ ഇല്ല, നാളെ ചിക്കൻ തരാം. ചൊറിയണോ? ആ, ഇവിടെ റെഡിഷ് ആയിട്ടിരിക്കണേ. എന്തെങ്കിലും അലർജി തന്നെ എന്തോ ഇവിടെ ചുമന്നിരിക്കുന്നു. കയറാം. ഏട്ടൻ പറയുന്നിടത്തൊക്കെ നമ്മൾ ഇരുന്നോളാം, വിഷ്വൽ ബ്യൂട്ടിക്കായിട്ട്. എൻ്റെ വയറ് ഫുള്ളായിരിക്കണേ. നമുക്കൊരു പുലാവ് വാങ്ങിച്ച് ഷെയർ ചെയ്യാം. മുഖം 2 കവിളും ചുമന്നിരിക്കണേ. എവിടെ ചെന്ന് കയറി കൊടുത്താ നീ? റൂഷിട്ടില്ല എന്നുള്ളത്. വെജ് പുലാവ് കഴിക്കാനാണ് വന്നത്. പപ്പഡ് ആൻഡ് സാലഡ് ഉണ്ട്. റൈസ്, ജീര റൈസ്, പ്ലെയിൻ റൈസ്, വെജ് ബിരിയാണി, പനീർ പുലാവ്, വെജ് പുലാവ്, മട്ടർ പുലാവ്, പ്ലെയിൻ റൊട്ടി, ബട്ടൻ ചുണ്ടി. എന്താണ് വെജ് പുലാവ് മതിയല്ല? പുലാവ് വെറും ഫ്രൈഡ് റൈസ് പോലെ ഇരിക്കും. ഓക്കെ. ബിരിയാണി മസാല വേണം. റൊട്ടിയൊക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്. നമുക്ക് പുലാവ് മതി. എന്തോന്നു?
വെജ് ചോമൻ, ചീസ് ചോമൻ, വെജ് ഹാക്ക, ഗാർലിക് ചോമൻ പറഞ്ഞിട്ടാ. വെജ് പറയാം, എല്ലാം മിക്സഡ്. ആ വെജ് ചോമൻ, ലിറ്റിൽ സ്പൈസി. ആടനാ എൻ്റെ ഇഷ്ടം, ഞങ്ങളിപ്പോൾ കഴിച്ചു. പുലാവ്. ആ പുലാവ് പറയട്ടാ. വെജ് പുലാവ് നൈ, ഏക് വെജ് പുലാവ്. ഒരു സലാഡ് പറയട്ടെ മിക്സ്. തൈര് സലാഡ്. मिक्स रायता में कर्ड है. पुलाव के साथ क्या ओके ओके ओके. एक पुलाव एक नूडल्स. അമ്മ വയറ് നിറങ്ങി പോയി. എവിടെ കയറി പോകണം എന്താന്നാ? അത് പിന്നെ വിശക്കൂല്ലേ, നമ്മൾ ഇനി അങ്ങോട്ടൊക്കെ കയറി പോയി. ഇനി അവിടെ നിന്ന് പോണി റൈഡ് ഉണ്ട്. ഫ്രൈഡ് റൈസ് എന്നൊക്കെ ഇരിക്കുന്ന പുലാവ്. പുലാവ് എന്ന് പറഞ്ഞാൽ വൈറ്റ് കളർ അല്ലേ ഡേ? നൂഡിൽസും കണ്ടിട്ടൊരു വൈറ്റ് കളറല്ലേ ഇരിക്കുന്നത്? നൂഡിൽസ് കണ്ടിട്ടൊരു കൊളകളായിരിക്കണം. ഓക്കെ. എന്താ നൂഡിൽസ്? ചൗവാൻ നൂഡിൽസ്. ചൗമ നൂഡിൽസ് അല്ല, ചൗമ എന്താ? ആദ്യം ഞാൻ കഴിച്ചിട്ട് പുളി കാരണം വായി തൊടാൻ പറ്റൂല ഇത്. ആ അവനെ വിളിക്കട്ടെ. പുള്ളൂല്ലത് പുളിന്ന്. ഉപ്പും പുളിയും. very salty, very salty and very sour. കഴിച്ചോക്കിട്ട് നീ പറ. നീ പുലാവ് കഴിച്ചു നോക്കട്ടെ. നിറച്ച് ബദാമുണ്ട് കിടക്കും. കഴിച്ചു നോക്കും. ഇതിന് ഉപ്പില്ല. അതിൽ മുടിയൊക്കെ കിടക്കണം. മുടി ഇതിലിടാനുള്ള ഉപ്പൂടെ അതിലിട്ടെന്നോ? എന്താ സൈഡിൽ ഇരിക്കുന്നത്? ഇത് ഏട്ടൻ പറഞ്ഞ സാധനമാണ്, പക്ഷെ ഇത് കൊള്ളാമല്ലേ? നെയ്യും നല്ല നെയ്യുടെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിലിടാനുള്ള ഉപ്പ് ഇതിലിട്ടെന്നോ തോന്നണം. സോസും കണ്ട കൂടുതൽ. അടയോ ലിറ്റിൽ സോസ്. ലിറ്റിൽ സോസ് വേറെ കൊണ്ടുവന്ന് കൊള്ളാമോ നോക്കട്ടെ. എൻ്റെ കുഴപ്പമില്ല. അതാ സോസിൻ്റെ ആണെന്ന് തോന്നുന്നു. ഞാൻ കട്ടിട്ട് ഞാൻ നൂഡിൽസ് ഉണ്ടാക്കും. ഇതെടു. ഇത് വേണം. കൊള്ളാം, കുഴപ്പമില്ല. ക്വാണ്ടിറ്റി വളരെ കുറവ് കേട്ടോ. ഇവിടെ എല്ലാം അങ്ങനെ തന്നെ. പക്ഷെ ഇന്നലത്തെ ഹോട്ടൽ നല്ല വലിയ ഹോട്ടലായിരുന്നു. നിറയെ തിരക്കൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ തിരക്കായി വരുന്നു. കൊള്ളാമോടാ? കുഴപ്പമില്ല, അത്രേ ഉള്ളൂ. മലമുകളിലെ വീടുകളല്ലേ? ഓൺ ദ ടോപ്പ് ഓഫ് ദ ഹിൽ ഹൗസസ്. ഹൗസസ്. രാവിലെ ഇവിടുത്തെ കാശ്മീരി സ്ത്രീകൾ എന്ത് സുന്ദരികളാണെന്നറിയോ. ഭയങ്കര ഭംഗിയായിട്ട് അവരെ കാണാൻ. നല്ല നിറവും കാണാനും ഒരു പ്രത്യേക ഭംഗിയായിട്ട് അവരെ കാണാനായിട്ട്. കാശ്മീരിൽ എന്താ കൊള്ളില്ലാത്തതെന്ന് ചോദിക്കാനേ ഉള്ളൂ. ഭംഗി, അതായത് കാശ്മീർ തന്നെ പ്രകൃതി രമണീയത കൊണ്ട് തുളുമ്പിയിരിക്കുന്ന ഒരു സ്ഥലം. കാശ്മീരി സ്ത്രീകളുടെ ഭംഗി. പിന്നെ ഭീകരത നമ്മുടെ മനസ്സിൽ എപ്പോഴും എപ്പോൾ വേണോ എന്ത് വേണോ സംഭവിക്കാം എന്നുള്ളതാണ്. കാരണം
പാകിസ്ഥാൻ ബോർഡറിലാണ് കിടക്കുന്നത്. അവർക്ക് എപ്പോൾ വേണോ എങ്ങനെ വേണോ നുഴങ്ങി കയറി ഒരു ബോംബ് ഇട്ടാൽ മതി, എല്ലാം തീരും കേട്ടോ. അതുകൊണ്ട് അങ്ങനൊരു പേടിയുണ്ട്. പക്ഷേ ആസിഫൊക്കെ പറയുന്നത് ഈ ന്യൂസിലും മറ്റും കാണിക്കുന്ന അത്രയും ഭീകരതയൊന്നുമില്ല, അതൊരു പരിധി വരെ നമുക്ക് ടെൻഷനാക്കാൻ വേണ്ടി പറയുന്നതാണ്, അങ്ങനെയൊന്നുമില്ല. എങ്കിലും ഉണ്ടെങ്കിലും ഈ പറയുന്ന അത്രയൊന്നും ഇല്ല. ഇപ്പോൾ പോലീസ് ഓഫീസർ തന്നെ അവിടെ നിന്ന് നമ്മളെ തിരിച്ചു വിട്ടപ്പോൾ നമ്മുടെ ഉള്ളിലൊരു പേടി വന്നില്ലേ, അതങ്ങനെ വരുത്തിക്കുന്നതാണ്, അല്ലാതെ അവിടെ അത്രയും ഭീകരത ഉണ്ടായിട്ടോ ഒന്നുമല്ലെന്നാണ് ആസിഫ് പറയുന്നത്. എന്ത് ഭീകരതയോ എന്തോ ആയിക്കോട്ടെ, ഭംഗി അതൊരു ഒന്നൊന്നര ഭംഗി തന്നെ കേട്ടോ. പച്ചപ്പ് എവിടെ നോക്കിയാലും പച്ചപ്പും അരുവികളും മലകളും മഞ്ഞുമലകളും. അത് കണ്ടോ, വീഡിയോയിൽ തന്നെ നിങ്ങൾ കാണുമ്പോൾ ഒരു പരിധി വരെ അതിൻ്റെ ഭംഗി ആസ്വദിക്കാൻ പറ്റുന്നുണ്ടാവും. പക്ഷേ ഇതല്ല നേരിട്ട് നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണുമ്പോൾ ഉള്ള ഭംഗി. നമ്മൾ യാത്ര ചെയ്യുന്ന അത്രയും വഴികളും ഇതേ ഭംഗി തന്നെ കേട്ടോ, കണ്ണിന് കുളിർമയേകുന്ന ഒരു ഭംഗി എന്ന് പറയുന്നത് അതൊരു വല്ലാത്ത ഭംഗി തന്നെ കേട്ടോ. പിന്നെ ക്ലൈമറ്റും എനിക്കറിയില്ല, നമുക്ക് ഇപ്പോൾ ഓക്കെയാണ് വിൻ്ററിൽ വന്നപ്പോൾ. പക്ഷെ എപ്പോൾ വേണോ മഴയും കാര്യങ്ങളൊക്കെ വരാമെന്ന് പറഞ്ഞു. നല്ല വെയിലായിട്ട് നിന്നതാണ് ഇന്നലെ. പെട്ടെന്ന് വൈകുന്നേരം ആയപ്പോൾ ഒരു മഴക്കാറ് വന്നു. ഇന്ന് രാവിലെ ആയപ്പോൾ നല്ല മഴയുണ്ടായിരുന്നു, പെട്ടെന്ന് തന്നെ വെയിൽ വന്നു. ഇത്രയും സമയം നല്ല വെയിലുണ്ടായിരുന്നു, ഇപ്പോൾ കുറച്ചൊന്ന് മഴക്കാറ് പോലെയൊക്കെ വരുന്നുണ്ട് വിൻ്ററിൽ. പക്ഷേ ഈ ശ്രീനഗറിൽ നല്ല കാര്യമായിട്ടുള്ള വെയിലുണ്ട് കേട്ടോ. വലിയ ചൂടില്ലെന്നേ ഉള്ളൂ, എങ്കിലും ആ വെയിലിന് നല്ല പവറോട് കൂടി തന്നെ കേട്ടോ വരുന്നത്. നമുക്ക് പെട്ടെന്ന് ടയേർഡ് ആവുന്നുണ്ട്, തലവേദന വരുന്നുണ്ട്. സത്യം പറയാമല്ലോ, ഞാൻ എൻ്റെ മുഖമൊക്കെ ഒന്ന് വൃത്തിയാക്കി വെച്ചിരിക്കുകയായിരുന്നു. ഇവിടുത്തെ ക്ലൈമറ്റ് ചേഞ്ചിൽ എൻ്റെ ഫേസൊക്കെ ആകെ ഡള്ളായി. 2 ദിവസം വെയിലൊക്കെ കൊണ്ടപ്പോൾ തന്നെ ഫേസ് അങ്ങ് ആകെ ഡള്ളായി കേട്ടോ. പക്ഷെ വലിയ ചൂടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ശ്രീനഗറിൽ പൊതുവേ തണുപ്പ് കുറവാണ്. ചൂടുണ്ട്, മീൻസ് നമുക്ക് സഹിക്കാൻ പറ്റുന്ന തണുപ്പും ചൂടും മാത്രമേ ഉള്ളൂ. അത് വെച്ച് നോക്കുമ്പോൾ ഗുൽമർഗിലും പഹൽഗാമിലും ഒക്കെ നല്ല തണുപ്പുണ്ട് കേട്ടോ. പിന്നെ വിൻ്ററിൽ വന്നാൽ 4 ചുറ്റും മഞ്ഞായിരിക്കും, അത് ആസ്വദിക്കാൻ പറ്റുന്നവർക്ക് ആസ്വദിക്കാം. ജാക്കറ്റും ഗ്ലൗവും ഹാറ്റും ഒക്കെ വച്ചിട്ട്. പിന്നെ ഇവിടെയുള്ള എല്ലാ ഹോട്ടൽ റൂംസിലും സെൻട്രലൈസ്ഡ് AC പോലെ സെൻട്രലൈസ്ഡ് ഹീറ്ററും ഉണ്ടാവും. വിൻ്റർ സീസൺ ഫുൾ ഹോട്ടലിൻ്റെ റിസപ്ഷനിൽ പോലും AC, നമ്മുടെ സാധാരണ AC കാണുന്നതിന് പകരം ഹീറ്റർ ആവും, റൂമിലും ഹീറ്ററൊക്കെ ആവും. അപ്പോൾ പിന്നെ പുറത്തൊക്കെ പോകുമ്പോൾ എങ്ങനെയാണ്, നമ്മൾ വന്നിട്ടില്ലാത്തതുകൊണ്ട് നമുക്കതെങ്ങനെയാണെന്ന് പറയാനും പറ്റത്തില്ല. പിന്നെ വിൻ്റർ സീസൺ എക്സ്പീരിയൻസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ വരാം. പക്ഷേ ബെസ്റ്റ് എന്ന് പറയുന്നത് എൻ്റെ ഒരു ഇതിൽ സമ്മറാണ്. പിന്നെ ഈ പൂക്കൾ 1 മാസം കൂടി കഴിഞ്ഞാൽ ഫുൾ ഈ പുല്ലിൻ്റെ മുകളിൽ പൂക്കൾ പൂത്ത് ഭയങ്കര ഭംഗിക്ക് നിൽക്കുമെന്ന് പറഞ്ഞു. അത് നല്ലതായിരിക്കും കേട്ടോ. ഈ ആപ്പിൾ സീസണിലൊക്കെ വന്നാൽ നല്ലതായിരിക്കും. ഈ ഫ്രൂട്ട്സും ചെറിയും ആപ്പിളും ഫ്ലവേഴ്സും ഒക്കെ കാണാൻ പറ്റും. ഈ ഗ്രീനറിയോടൊപ്പവും ഈ മലമുകളിനോടൊപ്പവും ഈ അരുവികളോടൊപ്പവും ആ ഒരു പൂക്കൾ പൂത്ത് നിൽക്കുന്നത് കൂടി കാണാനായിട്ട് ഒരു പ്രത്യേക ഭംഗി തന്നെ ആയിരിക്കും കേട്ടോ. ആപ്പിൾ തോട്ടത്തിൽ ആപ്പിളൊക്കെ നിൽക്കുന്നത് കാണാൻ ഒരു ഭംഗിയായിരിക്കും. വാൾനട്ട് സീസൺ, ചെറി സീസൺ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അത് നല്ലൊരു ബെസ്റ്റ് സീസൺ ആയിരിക്കും. എന്തായാലും നമ്മൾ പഹൽഗാമിലേക്ക് പോവുകയാണ്. മഴ നല്ല കാര്യമായിട്ട് വരുന്നുണ്ട്. അത് പെയ്യാനായിട്ടുള്ള മഴ തന്നെയാണ്, കാണുമ്പോഴേ അറിയാം. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ആ സൈഡിലേക്ക് മഴ പെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റുമേ. മഴ ആസ്വദിക്കാനൊക്കെ ഇഷ്ടമാണെങ്കിലും നമ്മളിതുപോലെയൊക്കെ യാത്ര പോകുമ്പോൾ മഴ വന്നാൽ വെയിലും നമുക്ക് എങ്ങനെയും സഹിക്കാം, നമ്മുടെ തണുപ്പും നമുക്ക് എങ്ങനെയും സഹിക്കാം. മഴ വന്നാൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. നമ്മൾ ഡൽഹിയിൽ പോയപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ ആയിരുന്നു. മഴ പെയ്തൊരു സ്ഥലം പോലും കാണാൻ പറ്റാണ്ട് വന്ന ഒരവസ്ഥയായിരുന്നു. അതുപോലെയാണ് ഇവിടെ. പിന്നെ മഴ വന്നാൽ കുറച്ച് മൊത്തത്തിലൊരു തണുപ്പും ആകെക്കൂടി ചെളിയും ബഹളവും ഒക്കെ ആയിട്ടൊരു മാതിരി ആയിരിക്കും കേട്ടോ. അതുകൊണ്ട് നമ്മൾ പഹൽഗാം എത്തി എല്ലാം കാണുന്നത് വരെ മഴ പെയ്യരുതേ എന്നൊരു പ്രാർത്ഥനയോടെയാണ് പോകുന്നത്. പക്ഷെ മഴ പെയ്യും കാണുമ്പോഴേ അറിയാം. കാരണം ഒരു സൈഡ് ഫുൾ കറുത്തിരുണ്ടിട്ട് വേറൊരു സൈഡിൽ നമുക്കിങ്ങനെ നോക്കുമ്പോൾ അറിയാമല്ലോ ദൂരെ ഇങ്ങനെ മഴ പെയ്യുന്നത്. അപ്പം മഴ പെയ്യുന്നുണ്ട്. പക്ഷെ ആസിഫ് പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട്, പേടിക്കേണ്ട, 5 മിനിറ്റിന് മഴ മാറി വെയിൽ വരും. പക്ഷെ ചില സ്ഥലങ്ങളിൽ വെയിൽ കാണുന്നുണ്ട്, ചില സ്ഥലങ്ങളിൽ നല്ല മഴക്കാറുണ്ട് കേട്ടോ. എന്തായാലും അരുവികളൊക്കെ നല്ല കാര്യമായിട്ട് നിറഞ്ഞൊഴുകുന്നുണ്ട്. അതൊക്കെ കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും നല്ല രീതിയിൽ മഴ അവിടെ നിന്നുള്ള വെള്ളത്തിൻ്റെ ഫോഴ്സ് കാണുമ്പോൾ അറിയാം. അല്ലെങ്കിൽ നമ്മൾ നോക്കുമ്പോൾ അരുവിയിൽ ചെറിയൊരു രീതിയിലായിരിക്കും പോകുന്നത്, ഇത്രയും ഫോഴ്സിന് പോകത്തില്ല. ടോൾ പ്ലാസ ഇത്ര എന്തോ 40 രൂപയാണ് എൻട്രി ഫീ കേട്ടോ. എന്തിനാണ് നമ്മൾ വിളിക്കുന്നത്?
അങ്ങനെ നമ്മൾ പഹൽഗാമിലേക്ക് എൻജോയ് ചെയ്യുകയാണ്. ഫോൺ ആരെങ്കിലും പിടിച്ചു വാങ്ങിച്ചിട്ട് പോട്ടെ. പിന്നെ അവിടെ നിന്നൊക്കെ വെള്ളച്ചാട്ടം വരണം. നോക്ക്, ഫോൺ എടുത്ത് ഇപ്പോൾ ഫോൺ വണ്ടി തട്ടി താഴെ പോകാനാ. നമുക്കെന്ത് രസമുള്ള കാഴ്ചയാണത്. മഴ നല്ല കാര്യമായിട്ട് പെയ്യുന്നുണ്ട്, പെയ്ത് മാറുന്നുണ്ട്, പെയ്യുന്നുണ്ട്. അങ്ങനെ ഓരോ മിനിറ്റിൽ അങ്ങനെ നിൽക്കുക കേട്ടോ. നമ്മളിത് പഹൽഗാം ജംഗ്ഷനിലെത്തിയിട്ടുണ്ട്, അതായത് മെയിൻ ടൗണിലെത്തിയിട്ടുണ്ട്. നമ്മുടെ ഹോട്ടൽ റൂം ഇവിടെയാണുള്ളത്. നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് ഓറ വേലി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ. മഴ കണ്ടപ്പോൾ തന്നെ ആകെ കൂടി അങ്ങ് മനസ്സെല്ലാം മടിച്ചു. പോണോ വേണ്ടേ, പോയി നോക്കാം മഴ എപ്പോൾ മാറും. കാരണം മഴ പെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്, മഴ പോകുന്നുണ്ട് കേട്ടോ. വലിയൊരു ടൗണാണ് പഹൽഗാം ടൗണ്. നിറയെ ടൂറിസ്റ്റുകളാണ് ഉള്ളത് ഇവിടെ. കൂടുതലും ടൂറിസ്റ്റുകളാണ്. 100% ടൂറിസ്റ്റുകളാണ് ഉള്ളത്. വലിയൊരു ടൗൺ കേട്ടോ ഇത്. നമ്മുടെ ശ്രീനഗറിൽ നിന്നൊരു 100 ആണ് കേട്ടോ. 100 സംതിങ് ആണെന്ന് തോന്നുന്നു. ഈ പഹൽഗാം വരെ വരാനായിട്ട് ഒരു 2.5 hours എടുക്കുന്നുണ്ട് ഇങ്ങോട്ടേക്ക് എത്താനായിട്ട്. നമുക്ക് ശ്രീനഗർ സ്റ്റേ എടുത്തിട്ട് വേണമെങ്കിലും രാവിലെ വന്ന് പഹൽഗാമെല്ലാം കണ്ടിട്ട് തിരിച്ച് പോവാം. അതുപോലെ ഇവിടെയാണ് കഴിഞ്ഞ വർഷം നമുക്ക് അറിയാലോ അറ്റാക്ക് നടന്നിട്ടുണ്ടായിരുന്നത്, ബൈസൺ വാലി. അവിടെ ഇപ്പോഴും ക്ലോസ്ഡ് ആണ്. അതിൻ്റെ നിയർ ബൈ കുറച്ച് സ്ഥലങ്ങളിൽ നമുക്ക് കുതിരപ്പുറത്തൊക്കെ കയറി പോവാം. പക്ഷെ അറ്റാക്ക് നടന്ന സ്ഥലത്ത് ഇപ്പോഴും വിടുന്നില്ല എന്നാണ് ആസിഫ് പറഞ്ഞത്. പഹൽഗാമിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് ബൈസൺ വാലിയാണ്. പക്ഷെ അവിടെ പോകാനായിട്ട് പറ്റില്ല. വളരെ വിഷമകരമായിട്ടുള്ള കാര്യമാണ്. കഴിഞ്ഞ വർഷം നമുക്കറിയാമല്ലോ പഹൽഗാമിലെ ആ ഒരു അറ്റാക്ക്. ദൈവമേ, നമ്മൾ കറക്റ്റ് ആ സമയം ഇവിടെ അന്നുണ്ടാവേണ്ടതായിരുന്നു. എന്തോ ഭാഗ്യത്തിന് നമുക്ക് അന്ന് വരാൻ പറ്റിയില്ല. വന്നിരുന്നെങ്കിലും നമുക്ക് ഒരിടത്തും പോകാനും പറ്റത്തില്ല. ജീവൻ തന്നെ ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാവുമെന്നറിയില്ല. ജീവനോടെ തിരിച്ച് നാട്ടിൽ വരാൻ പോലും പറ്റിയെന്ന് വരത്തില്ലായിരുന്നു. കഴിഞ്ഞ ദിവസം ഒരു കമൻറ്റ് കണ്ടായിരുന്നു, നീ അവിടെ പോകുന്നു എന്നറിയുമ്പോൾ എനിക്ക് ടെൻഷനാണ്, നാളെ നീ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ട്. അതിപ്പോൾ ഞാനല്ല, ഈ കമൻറ്റ് ഇട്ട ആളാണേലും നാളെ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് ആർക്കല്ല, എന്താ ഉറപ്പ്, ആർക്കും പറയാൻ പറ്റില്ലല്ലോ. എന്തായാലും ദൈവത്തിൻ്റെ അനുഗ്രഹത്തിലും നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയിലും ഞങ്ങൾ ഒരു തടസ്സവും ഇല്ലാണ്ട് ഇതുവരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഒറ്റ ദിവസത്തെ ഈ പഹൽഗാം ഒറ്റ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ നോക്കിയപ്പോൾ ഭയങ്കര ലെങ്ത് വരുന്നുണ്ട്. ഒരിക്കലും നിങ്ങൾ അത്രയും സമയം ഇരുന്ന് കാണത്തില്ല. അതുകൊണ്ട് ബാക്കി വിശേഷങ്ങളായിട്ട് നമുക്ക് നാളെ കാണാം പുതിയൊരു വീഡിയോ ആയിട്ട്. ടാറ്റാ, ബൈ.